എല്ലാവർക്കും നമസ്കാരം. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ കൺഫർമേഷൻ വന്നു. എക്സാം ഡേറ്റ് വന്നു. സെപ്റ്റംബർ മാസം 5-ാം തീയതിയാണ് എക്സാം. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ 49 ഡേയ്സ്, അതായത് 49 ദിവസം കൊണ്ട് സിലബസ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. കാര്യം എന്താ, കൺഫർമേഷൻ വന്ന സ്ഥിതിക്ക് എല്ലാവർക്കും കുറച്ചുകൂടി എനർജിയായി കാണും. അപ്പോൾ നമ്മുടെ 49 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത് ഈ മാസം ജൂൺ മാസം 28-ാം തീയതിയാണ്. കൃത്യമായി പറയട്ടെ, ഞാൻ സിലബസ് നമുക്ക് 49 ദിവസം കൊണ്ട് ഫിനിഷ് ചെയ്യാൻ പറ്റും. ബാക്കി ദിവസം നമുക്ക് റിവിഷൻ ചെയ്യാം. അപ്പം നിങ്ങൾ വീണ്ടും പറയുകയാണ്, സിലബസ് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹമുള്ളത് എങ്കിൽ, എല്ലാ മേഖലയും നന്നായി പഠിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർക്ക് ജോയിൻ ചെയ്യുക. ഫിസിക്സ് ആകട്ടെ, കെമിസ്ട്രി ആകട്ടെ, മാത്സ് ആകട്ടെ, IT ആകട്ടെ, ഇലക്ട്രോണിക്സ് ആകട്ടെ, എല്ലാ മേഖലയിലും ഏറ്റവും മികച്ച ക്ലാസ്സും പ്രിന്റബിൾ നോട്ടും ക്വസ്റ്റ്യൻ ഡിസ്കഷനും ലൈവും എക്സാമും എല്ലാം പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം ഞങ്ങൾ തരും. അതുകൊണ്ട് തന്നെ പറയട്ടെ, എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. നമുക്ക് നേരെ സിലബസിലേക്ക് പോകാം. സിലബസിൽ തണ്ടേ ഇലക്ട്രോണിക്സിന് 10 മാർക്കാണ്. അവിടെ സെക്ഷന് 4 സെക്ഷൻ ഉണ്ട്, A, B, C ആൻഡ് D. അപ്പൊ ഇങ്ങനെ 4 സെക്ഷനായിട്ട് 10 മാർക്ക്. കമ്പ്യൂട്ടറിനും 10 മാർക്കാണ്. ഓക്കെ, അവിടെ പാർട്ട് 1B എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ 10 മാർക്കാണ് പറഞ്ഞേക്കുന്നത്. ഇനി വരുന്നത് ഫിസിക്സ് ആണ്. ഫിസിക്സിന് 30 മാർക്കുണ്ട്, 10 മൊഡ്യൂൾ. കുറച്ച് അധികം ഉണ്ട് കേട്ടോ. അതായത് 30 മാർക്കാണ്, 10 മൊഡ്യൂളാണ്. ഓൾറെഡി നമ്മൾ കുറേ മൊഡ്യൂൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്, ബാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൊഡ്യൂൾ ഫസ്റ്റ് മെഷർമെന്റ് ആണ്. മൊഡ്യൂൾ 2 എന്താണ്, മെക്കാനിക്സ് ആണ്. മൊഡ്യൂൾ 3 എന്താണ്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ ആണ്. മൊഡ്യൂൾ 4 എന്താണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് കറന്റ് ഇലക്ട്രിസിറ്റി ആണ്. മൊഡ്യൂൾ 7 മാഗ്നറ്റിസം ആണ്. 8 എന്ന് പറഞ്ഞ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആൻഡ് ആൾട്ടർനേറ്റീവ് കറന്റ് ആണ്. 9 ഇലക്ട്രോണിക്സ് ആണ്. 10 എന്താണ്, ആറ്റംസ് ആണ്. അതായത് പഴയ സിലബസ് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അതാണ് നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് നൽകുന്ന കാര്യം. നമ്മുടെ കുട്ടികൾക്ക് ഓൾറെഡി കുറെ പഠിച്ചു കഴിഞ്ഞതാണ്. അതും പുതിയ ക്ലാസ്. നമ്മൾ 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്, പഴയ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യും, പുതിയ ക്ലാസ്സും പ്രൊവൈഡ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് പഴയ ക്ലാസ്സും കിട്ടും, പുതിയ ക്ലാസ്സും കിട്ടും. പുതിയ തന്നെ കുറേ ടോപ്പിക് നമ്മൾ മൊഡ്യൂൾ ഫിനിഷ് ആയി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് കെമിസ്ട്രിയിലേക്ക് പോവുകയാണെങ്കിൽ സിലബസിൽ മാറ്റമൊന്നുമില്ല, 30 മാർക്കാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഉണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഉണ്ട്, സൊല്യൂഷൻസ് ഉണ്ട്, ഇലക്ട്രോ കെമിസ്ട്രി ഉണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം, എല്ലാം കൂടെ പഠിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് പഠിച്ചാൽ മതി. ഇപ്പൊ സൊല്യൂഷൻ തന്നെ ഒരുപാട് ടോപ്പിക് ഉണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കുറച്ച് ടോപ്പിക്ക് മാത്രമേ സിലബസ് പറഞ്ഞിട്ടുള്ളൂ. ഫോർ എക്സാമ്പിൾ കോൺസെൻട്രേഷൻ, മൊളാലിറ്റി, നോർമാലിറ്റി, മോൾ ഫ്രാക്ഷൻ, റൗൾസ് ലോ, കോളിഗേരി പ്രോപ്പർട്ടി. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിന്റെ വ്യക്തമായിട്ട് പഠിച്ചു പോകാൻ പറ്റും. കുറച്ച് ടോപ്പിക്ക് അതിനകത്തുള്ളൂ കേട്ടോ. അടുത്തത് മാത്തമാറ്റിക്സ് ആണ്. 20 മാർക്കാണ് വരുന്നത്. അതും എനിക്ക് തോന്നുന്നു യൂണിറ്റ് 1, 2 അതേ 10, അതും 10 ഇതേ കണക്ക് തന്നെ 10 ടോപ്പിക്കാണുള്ളത്. ആപ്ലിക്കേഷൻ ഡിഫറൻസിയേഷനും ആപ്ലിക്കേഷൻ ഇന്റഗ്രേഷനും എല്ലാം ഉണ്ട്, 10 ടോപ്പിക്കാണുള്ളത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇലക്ട്രോണിക്സ് 10 മാർക്ക്, IT 10 മാർക്ക്, ഫിസിക്സ് 30 മാർക്ക്, കെമിസ്ട്രി 30 മാർക്ക്. അപ്പോൾ എത്രയായി, 80 മാർക്ക്. 20 മാർക്ക് മാത്സ്. നിങ്ങൾക്കറിയാം, മാത്സ് പഠിപ്പിക്കുന്ന ആരാണ്, ശരത് സാറാണ്, എല്ലാവർക്കും ഇഷ്ടമുള്ള അധ്യാപകൻ. കെമിസ്ട്രി പഠിപ്പിക്കുന്ന ആരാണ്, രാഹുൽ സാർ, അതേ കണക്ക് തന്നെ ഏറ്റവും മികച്ച ഫാക്കൽറ്റി. പിന്നീട് ഫിസിക്സിലാണ് 3 ഫാക്കൽറ്റീസ് ഉണ്ട്, റിയാൽ ഇർഫാൻ സാർ ഉണ്ട്, ആതിര മിസ് ഉണ്ട്, തസ്ലീമ മിസ് ഉണ്ട്. ഇതിനൊക്കെ ഏറ്റവും മികച്ച അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഈ ഡേറ്റ് മറക്കണ്ട, ഈ ജൂൺ മാസം 28-ാം തീയതിയാണ് നമ്മൾ എന്താ ആരംഭിക്കുന്നത്, ക്രാഷ് കോഴ്സ് ആരംഭിക്കുന്നത്. ചെറിയ ഫീസ് മാത്രം അടയ്ക്ക് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്യുന്നൊരു പ്രത്യേകത, ഡെയിലി സ്റ്റഡി പ്ലാൻ ആണ്. എല്ലാ ദിവസവും പരീക്ഷ ഉണ്ടാകും. നന്നായി പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ, ഈ ജോലി നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു പോയാൽ മാത്രം മതിയാകും. ഞങ്ങളുടെ ഡെയിലി ക്ലാസ്സുകൾ, എക്സാംസുകൾ, ഡിസ്കഷൻ എല്ലാം കൂടെ ആകുമ്പോൾ സെറ്റ് ആവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പുതിയ ബാച്ച് ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. താങ്ക്